Good morning. Good morning, ma'am. Okay, good morning. എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുന്നില്ല? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു 2 ദിവസം? പെരുന്നാളൊക്കെ നന്നായിട്ട് ആഘോഷിച്ചോ? ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. കുറച്ച് ദിവസമായില്ലേ നമ്മള് കണ്ടിട്ട്? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ചായയൊക്കെ കുടിച്ചോ എല്ലാവരും? കഴിച്ചു. ഓക്കെ. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം കേട്ടോ. എല്ലാവരും പേനയൊക്കെ എടുത്ത് വെച്ചോളൂ. ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. ഓക്കെ. എല്ലാവരും നോട്ടൊക്കെ PDF ഒക്കെ എല്ലാവരും എടുത്ത് വെക്കുക കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് 145 വരെയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അതായത് അബ്രിവേഷൻസ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അബ്രിവേഷൻ അകത്ത് 145 വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ ബാക്കിയുള്ള ഭാഗം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. എല്ലാവരും ഓക്കെ അല്ലേ? തുടങ്ങാനോ? നമുക്ക് തുടങ്ങാല്ലേ? ഓക്കെ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ. അപ്പൊ ആ ഒരു പേജിനകത്ത് 144 തൊട്ടാണ് കേട്ടോ. 144 തൊട്ട് 165 വരെയാണ് ആ ഒരു പേജിനകത്തുള്ളത് കേട്ടോ. നമുക്ക് കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്തിരുന്നു. എങ്കിലും ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നമ്പേഴ്സ് 152 152 കേട്ടോ. 152 153 153 161 161 164 164 147 ഉണ്ട് കേട്ടോ. വിട്ടുപോയതാണ്. 147 ഉണ്ട് കേട്ടോ. 147 അതുകൊണ്ട് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ ആ ഒരു പേജിനകത്ത് മാർക്ക് ചെയ്ത നമ്പേഴ്സ് ഒന്നുകൂടെ പറയാം. 147 152 153 161 164 ഇത്രയും നമ്പേഴ്സുകളാണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. കിട്ടിയോ എല്ലാവർക്കും? കിട്ടിയോ? ജസ്റ്റ് ഒന്ന് പറയാമോ? ഓക്കെ, വായിക്കാം കേട്ടോ. നമ്പർ 4 IO ആണ് കേട്ടോ. IOന്റെ എക്സ്പാൻഷൻ എന്താണ്? ഇൻട്രാ ഓസിയസ് എന്നാണ് കേട്ടോ. ഇൻട്രാ ഓസിയസ് ഞാൻ പറഞ്ഞിരുന്നു. ഇൻട്രാ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിത്ത് ഇൻഡ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വിത്ത് ഇൻഡ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇൻട്രാ ഓസിയസ് എന്ന് പറഞ്ഞാല് നമ്മള് ഡയറക്ട്ലി ഇൻ ടു ദ ബോൺ മാരോ. ബോൺ മാരോ എന്താണ്? അസ്ഥിമജ്ജയാണ് കേട്ടോ. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഈ ബോൺ മാരോ അസ്ഥിമജ്ജയ്ക്കകത്ത് നമ്മൾ എന്തെങ്കിലും മെഡിസിൻസോ അങ്ങനെ അല്ലെങ്കിൽ വല്ല നീഡിലോ സിറിഞ്ചുകളോ ഇൻസേർട്ട് ചെയ്യുന്നതിനെയാണ് ആ ഒരു പ്രോസസ്സിന് നമ്മൾ പറയാം ഇൻട്രാ ഓസിയസ് എന്നാണ് പറയാം. ഡയറക്ട്ലി ഇൻസേർട്ടഡ് ഇൻ ടു ദ എന്താ പറയാ ബോൺ മാരോ. ഓക്കെ, ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. IO. ഓക്കെ. അടുത്തതാണ് IPPB. IPPB ഇതാണ് അതിന്റെ എക്സ്പാൻഷൻ. എന്താണ്? ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ് ആണ് കേട്ടോ. ഇതാണ് ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ് എന്നാണ് ഇതിന്റെ എക്സ്പാൻഷൻ. അതൊരു റെസ്പിറേറ്ററി ടെക്നിക് ആണ് കേട്ടോ. ഒരു റെസ്പിറേറ്ററി തെറാപ്യൂട്ടിക് ടെക്നിക് ആണ്
ഇന്റർമിറ്റന്റ് പോസിറ്റീവ് പ്രഷർ ബ്രീത്തിങ് എന്നാണ് അതിന്റെ എക്സ്പാൻഷൻ. അടുത്തതാണ് IUD. എന്താണ് IUD? IUD എന്താണ്? ഇൻട്രാ യൂട്രെയിൻ ഡിവൈസ് എന്നാണ് കേട്ടോ. പ്രാക്ടീസിൽ പറഞ്ഞിട്ടുണ്ട് കോൺട്രാസെപ്റ്റീവ് ആണ് കേട്ടോ. കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് ആണ്, അതായത് ഒരു T ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് കേട്ടോ. IUD എന്നാണ് പറയുന്നത്. T ഷേപ്ഡ് ഒരു ഡിവൈസ് ആണ് ദാറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ യൂട്രസ് ടു പ്രിവെന്റ് ദ പ്രഗ്നൻസി. കോപ്പർ T എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കോപ്പർ T എന്ന് വെച്ചാൽ പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊരു T ഷേപ്ഡ് ആയിട്ടൊരു ഡിവൈസ് ആണ് ദാറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ യൂട്രസ് ടു പ്രിവെന്റ് ദ പ്രഗ്നൻസി കേട്ടോ. പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂട്രസിനകത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് അതിന്റെ പേര് ഇൻട്രാ യൂട്രെയിൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ്. കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിരോധമാണ് കേട്ടോ. പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാന്ന് അർത്ഥമാണ് കേട്ടോ. IUD എന്നാണ് പറയാം. IUDയുടെ എക്സ്പാൻഷൻ എന്താണ്? ഇൻട്രാ യൂട്രെയിൻ ഡിവൈസ് എന്നാണ് കേട്ടോ. ഓക്കെ, ഇറ്റ് ഈസ് എ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് ആണ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിവെന്റ് ദ പ്രഗ്നൻസി കേട്ടോ. T ഷേപ്ഡ് ആണ്, അതാണ് കോപ്പർ T എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതാണ് IV നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ഇൻട്രാവെനസ് എന്നാണ് അല്ലെ. എന്താണ് ഇൻട്രാവെനസ്? IV ഫ്ലൂയിഡ്, IV ആന്റിബയോട്ടിക് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്താണ്? ഇൻട്രാവെനസ് ഡയറക്ട്ലി ഇൻ ടു ദ വെയിൻ. നമ്മൾ നേരിട്ട് എന്താണ്? വെയിനിലോട്ട് കൊടുക്കുകയാണ്. നമ്മളൊരു മരുന്ന് കഴിച്ച് ബ്ലഡിൽ അലിഞ്ഞു വരുന്നതിനേക്കാൾ ഇഫക്റ്റീവ് ആണ് നമ്മൾ നേരിട്ട് IV കൊടുക്കുമ്പോൾ നേരിട്ട് വെയിനിലോട്ടാണ് കയറി പോകുന്നത് അല്ലെ. ഓക്കെ, ഇൻട്രാവെനസ്. അടുത്തതാണ് JVD. എന്താണ്? JVD എന്താണ് എക്സ്പാൻഷൻ? ജുഗുലാർ വീനസ് ഡിസ്റ്റൻഷൻ എന്നാണ്. എന്താണ്? ജുഗുലാർ വീനസ് ഡിസ്റ്റൻഷൻ. ജുഗുലാർ വീനസ് ഡിസ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞൊരു വിസിബിൾ ആയിട്ടുള്ള സ്വെല്ലിംഗ് ആണ്, അല്ലെങ്കിൽ ബൾജിങ് ആണ്. ഇത് ജുഗുലാർ വെയിൻ. ജുഗുലാർ വെയിൻ എന്ന് പറയുന്നത് യൂഷ്വലി സീൻ ഇൻ അവർ നെക്ക്. നമ്മുടെ കഴുത്തിന്റെ ഭാഗത്ത് കാണപ്പെടുന്ന വെയിൻ ഉണ്ടല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെയിൻ ആണ് കേട്ടോ. നമ്മുടെ നെക്ക്, കഴുത്തിന്റെ ഭാഗത്ത് കാണപ്പെടുന്ന ഒരു വെയിൻ ആണ്. ആ വെയിനിൽ വരുന്ന എന്താ പറയുക, ബൾജിങ്, വീർത്ത് വരില്ല, എനിക്ക് സ്വെല്ലിംഗ്, വളരെ വിസിബിൾ ആയിട്ടുള്ള സ്വെല്ലിംഗ് ഓർ ബൾജിങ് ആണ് ഇത് ജുഗുലാർ വെയിൻ ദാറ്റ് ഈസ് യൂഷ്വലി സീൻ ഇൻ അവർ നെക്ക് കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത്. ജുഗുലാർ വീനസ് ഡിസ്റ്റൻഷൻ എന്നാണ് അതിന്റെ എക്സ്പാൻഷൻ. JVD. അടുത്തതാണ് K+. K എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടാസ്യം ആണ് അല്ലെ. പൊട്ടാസ്യം, K+, പൊട്ടാസ്യം. നമ്മൾ കുറെ സ്പെല്ലുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. Ca കാൽസ്യം ആണ്, Fe അയൺ ആണ് അല്ലെ, Cl ക്ലോറൈഡ് ആണ്, പഠിച്ചില്ലേ? Hg മെർക്കുറി പഠിച്ചില്ലേ? അതുപോലെ K+ ആണ് അവിടെ കൊടുത്തേക്കുന്നത്. K ആണ് ശരിക്കും പൊട്ടാസ്യം കേട്ടോ. K+ പൊട്ടാസ്യം അയോൺ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് KCl. KCl എന്താണ്? പൊട്ടാസ്യം ക്ലോറൈഡ് കേട്ടോ. പൊട്ടാസ്യം ക്ലോറൈഡ്. നമ്മൾ ഇന്ദുപ്പ് എന്നൊക്കെ പറയില്ലേ, ഇന്ദുപ്പ് എന്ന് കേട്ടിട്ടില്ലേ? സംഭവമാണ് കേട്ടോ. NaCl സോഡിയം ക്ലോറൈഡ്, KCl എന്താണ്? പൊട്ടാസ്യം ക്ലോറൈഡ് കേട്ടോ. ഓക്കെ, അടുത്തത് എല്ലാവർക്കും അറിയാം. Kg എന്താണ്? കിലോഗ്രാം. Kg കിലോഗ്രാം ഒക്കെ അറിയാം. KUB എന്താണ്? ഏതൊക്കെയാണ്? കിഡ്നീസ്, യൂറിറ്റേഴ്സ് ആൻഡ് ബ്ലാഡർ കേട്ടോ. കൃത്യമായിട്ട് നോക്കി വെക്കണം. വേറെ ഏതെങ്കിലും ഓർഗൻസ് ഒക്കെ എടുത്ത് വരും. ഓക്കെ, KUB എന്ന് പറയുന്നത് കിഡ്നി, K ഫോർ കിഡ്നി, U ഫോർ എന്താണ്? യൂറിറ്റേഴ്സ് കേട്ടോ. യൂറിറ്റേഴ്സ് ആണ്. ചിലപ്പോ ഓപ്ഷൻ ആയിട്ട് യൂട്രസ് എന്നൊക്കെ പറഞ്ഞു തരും കേട്ടോ. അപ്പൊ നോക്കി എഴുതണം. യൂറിറ്റേഴ്സ് ആണ് കേട്ടോ. യൂറിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ മൂത്രനാളിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക, യൂറിറ്റേഴ്സ് എന്നാണ്. B എന്താണ്? ബ്ലാഡർ ആണ് കേട്ടോ. തെറ്റിച്ചൊക്കെ തരും ചിലപ്പോ. നമ്മുടെ യൂറിറ്റേഴ്സ് എന്നാണ് പഠിച്ചത്, ചിലപ്പോ അതിനകത്ത് യൂട്രസ് ആണ്. ചെറിയൊരു സ്പെല്ലിങ്ങിന്റെ ഒരു ദശ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, കിഡ്നീസ്, യൂറിറ്റേഴ്സ് ആൻഡ് ബ്ലാഡർ കേട്ടോ. ഓക്കെ, അടുത്തതാണ് KVO. KVO എന്താണ്? കീപ് വെയിൻ ഓപ്പൺ എന്നാണ് കേട്ടോ. എന്താണ്? കീപ് വെയിൻ ഓപ്പൺ. കീപ് വെയിൻ ഓപ്പൺ. വെയിൻ ഇപ്പോഴും ഓപ്പൺ ആക്കി വെക്കുക കേട്ടോ. അടുത്തത് L എന്താണ്? ലിറ്റർ ആണ് കേട്ടോ. ലിറ്റർ. ഓക്കെ, LAC. ഏതൊക്കെയാണ്? L എന്താണ്? LAC മീൻസ് ലാസറേഷൻ ആണ് കേട്ടോ. ലാസറേഷൻ പറഞ്ഞാൽ എന്താ? മുറിവ് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. മുറിവ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ ലാസറേഷൻ. മറ്റൊരു എക്സ്പാൻഷൻ നോക്കി, ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് കോളക്ടമി. എന്താണ്? ലാപ്രോസ്കോപ്പിക്. അവിടെ ഒരു സ്പെല്ലിംഗിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ലാപ്രാന്നല്ല, ലാപ്രോസ്കോപ്പി. A വേണ്ട കേട്ടോ അവിടെ. ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താ? താക്കോൽദ്വാര ശസ്ത്രക്രിയ. അതാണ് കേട്ടോ ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് കോളക്ടമി.
കോളം എന്തിന്റെ ഭാഗമാണ്? കോളൻ, കുടലിന്റെ ഭാഗമാണ് അല്ലെ. കോളക്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കുടലിലൊക്കെ ചെയ്യുന്ന ലാപ്രോസ്കോപ്പിക് ആയിട്ടുള്ള ആ ഒരു പ്രൊസീജിയർ കേട്ടോ. താക്കോൽദ്വാര ശസ്ത്രക്രിയ എന്നൊക്കെ പറയുന്നത് അതാണ് കേട്ടോ. രണ്ട് എക്സ്പാൻഷൻ ഉണ്ട്, ലാസറേഷൻ എന്ന് പറഞ്ഞ മുടിയുടെ നഷ്ടം, അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് കോളക്ടമി. ഓക്കെ, അടുത്തതാണ് LBS, സ്മോൾ ലെറ്റർ ആണ് കേട്ടോ. LBS എന്താണ്? പൗണ്ട് ആണ് കേട്ടോ, ഒരു യൂണിറ്റ് ആണ് പറയുന്നത്, പൗണ്ട് കേട്ടോ, പൗണ്ട്. ഓക്കെ, അടുത്തതാണ് LEക്ക് എന്തൊക്കെ എക്സ്പാൻഷൻ ഒക്കെ നോക്കിയേ. ലോവർ എക്സ്ട്രിമിറ്റി, ഇതാണ് ലോവർ എക്സ്ട്രിമിറ്റി. ലോവർ എക്സ്ട്രിമിറ്റി എന്ന് പറഞ്ഞാല് നമ്മുടെ ബോഡിയുടെ ഒരു ഹിപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഹിപ്പ് തൊട്ട് ടോ വരെയുള്ള ഭാഗമാണ്, ലോവർ ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ ബോഡിയുടെ അടിഭാഗം എന്ന് ഉദ്ദേശിക്കുന്നത് ലോവർ എക്സ്ട്രിമിറ്റി, ഹിപ്പ് ടു ടോ ആണ്. ഹിപ്പ് തൊട്ട് ടോ മീൻസ് നമ്മുടെ കാലിന്റെ തള്ളവിരലൊക്കെ ഒരു ഭാഗമുണ്ട്, വിരലുകൾ വരെയുള്ള ഭാഗമാണ് കേട്ടോ, ഹിപ്പ് ടു ടോ. അപ്പൊ അത് ഒരു എക്സ്പാൻഷൻ, അതാണ് ലോവർ എക്സ്ട്രിമിറ്റി. പിന്നെ അടുത്തതാണ് ലെഫ്റ്റ് ഐ കേട്ടോ, അങ്ങനെ ഒരു എക്സ്പാൻഷൻ. പിന്നെ ലൂപ്പസ് എറിത്തിമാറ്റോസസ്, ഇതാണ് ലൂപ്പസ് എറിത്തിമാറ്റോസസ്. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് കേട്ടോ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ലൂപ്പസ് എറിത്തിമാറ്റോസസ് എന്ന് പറയുന്നത് അധികം കേട്ടിട്ടുണ്ടാവില്ല. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ് കേട്ടോ, സ്വയം പ്രതിരോധ ശക്തിയെ ബാധിക്കുന്ന ഒരു എന്താ പറയാ ഒരു അസുഖമാണ് കേട്ടോ. പ്രത്യേകിച്ച് റാഷസ് ഒക്കെ സ്കിന്നിന്, നമ്മുടെ ടിഷ്യൂസിന്, ജോയിന്റുകളെയൊക്കെ ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് കേട്ടോ. അപ്പൊ 3 എക്സ്പാൻഷൻ ആണ് അതിനകത്തുള്ളത്. ലോവർ എക്സ്ട്രിമിറ്റി, ലെഫ്റ്റ് ഐ, പിന്നെ ലൂപ്പസ് എറിത്തിമാറ്റോസസ്. ഓക്കെ, അടുത്തത് LLL, ക്യാപിറ്റൽ ലെറ്റർ ആണ്. LLL എന്താണ്? ലെഫ്റ്റ് ലോവർ ലോബ് ഓഫ് ദ ലങ് എന്നാണ് കേട്ടോ. ലെഫ്റ്റ് ലോവർ ലോബ് ഓഫ് ദ ലങ് ആണ് കേട്ടോ, നമ്മുടെ ശ്വാസകോശത്തിന്റെയാണ് കേട്ടോ. ലെഫ്റ്റ് ലോവർ ലോബ്, നമ്മളത് മെഡിക്കൽ ടേമിനൊക്കെ പറയുമ്പോൾ ലെഫ്റ്റിനെ ശരിക്കും 5 ലോബ്സുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട് കേട്ടോ. 3 അപ്പർ ലോബുകളും 2 ലോവർ ലോബുകളും. അത് മെഡിക്കൽ ഇതിലാണ്. 2 ശ്വാസകോശം ഉണ്ടല്ലോ, അതിനിങ്ങനെ 5 ലോബുകളായിട്ടൊക്കെ തിരിച്ചിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, 3 അപ്പർ ലോബുകളും താഴെ 2 ലോവർ ലോബുകളും ഒക്കെ. ഡയറ്റൊന്നും നോക്കണ്ട. LLN വെച്ച് എന്താണ്? ലെഫ്റ്റ് ലോവർ ലോബ് ഓഫ് ദ ലങ് എന്നാണ് കേട്ടോ. അടുത്തത് LLQ ആണ്. LLQ എന്താണ്? ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ എന്നാണ് കേട്ടോ. എന്താണ്? ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. ഓക്കെ, അബ്ഡോമൻ ആണ് കേട്ടോ, അത് അബ്ഡോമൻ ആണ്. ഓക്കെ, ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. ഓക്കെ, അടുത്തത് L/M ആണ്. L/M എന്താണ്? ലിറ്റേഴ്സ് പെർ മിനിറ്റ് എന്നാണ്. ലിറ്റേഴ്സ് പെർ മിനിറ്റ് കേട്ടോ, L/M ലിറ്റേഴ്സ് പെർ മിനിറ്റ്. അടുത്തതാണ് LMP. LMP എന്താണ്? ലാസ്റ്റ് മെൻസ്ട്രുവൽ പീരീഡ് എന്നാണ് കേട്ടോ, ലാസ്റ്റ് മെൻസ്ട്രുവൽ പീരീഡ്. ഓക്കെ, LMP ലാസ്റ്റ് മെൻസ്ട്രുവൽ പീരീഡ്. അടുത്തതാണ് LOC. എന്താണ്? എക്സ്പാൻഷൻ എന്താണ്? ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അല്ലെ, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്. നമ്മുടെ ബോധത്തിന്റെ ഒരു ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്. പ്രത്യേകിച്ച് നമ്മൾ അനസ്തേഷ്യയും മറ്റൊക്കെ കൊടുക്കുമ്പോൾ കോൺഷ്യസ്നെസ് നോക്കണം അല്ലെ. ഓക്കെ, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്. അല്ലെങ്കിൽ മറ്റൊരു എക്സ്പാൻഷൻ എന്താണ്? ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ആണ് കേട്ടോ. ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. അടുത്തതാണ് LPM. എന്താണ്? ലിറ്റേഴ്സ് പെർ മിനിറ്റ് എന്നാണ് കേട്ടോ, ലിറ്റേഴ്സ് പെർ മിനിറ്റ് കേട്ടോ. LMP അല്ല, സോറി, LPM കേട്ടോ, ലിറ്റേഴ്സ് പെർ മിനിറ്റ്. അടുത്തതാണ് LPN എന്താണ്? ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സസ് എന്നാണ്. എന്താണ്? ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സസ് എന്നാണ് കേട്ടോ. LR എന്താണ്? LR ലാക്ടേറ്റഡ് ഡ്രിങ്കേഴ്സ്. എന്താണ്? ലാക്ടേറ്റഡ് ഡ്രിങ്കേഴ്സ് എന്ന് വെച്ചാൽ IV ഫ്ലൂയിഡ് ആണ് കേട്ടോ. IV നമ്മൾ ഇൻട്രാവെനസിൽ കൊടുക്കുന്ന മെഡിസിൻ ഫ്ലൂയിഡ് ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിനകത്ത് ആ ഒരു ഡീഹൈഡ്രേഷൻ പ്രോബ്ലംസിലേക്ക് തിരുത്താൻ. നമ്മൾ ഭയങ്കരമായിട്ട് വോമിറ്റ് ഒക്കെ വന്ന് നമ്മള് തലകറങ്ങിയിട്ട് നമ്മൾ ട്രിപ്പിട്ട് എടുക്കില്ലേ, ആ സമയത്തൊക്കെ കൊടുക്കുന്ന IV ഫ്ലൂയിഡ് ആണ്. ട്രിപ്പിടില്ലേ നമ്മള്? ഓക്കെ, IV ഫ്ലൂയിഡുകളാണ്, IV മെഡിക്കേഷൻ ഫ്ലൂയിഡ് ആണ് നമ്മുടെ റീഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. നമ്മൾ റീഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഇലക്ട്രോലൈറ്റ് ശരീരത്തിനകത്ത് ധാതുലവണങ്ങളെ ബാലൻസ് ഒക്കെ ചെയ്യുന്നതിനായിട്ട് നമ്മൾ IV ഫ്ലൂയിഡ് കൊടുക്കും അല്ലെ. നമ്മൾ സിവിയർ ആയിട്ടൊക്കെ നമുക്ക് വോമിറ്റിംഗ് വന്നു അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പ് ഇടും അല്ലെ അവിടെ. ഓക്കെ, IV വേണ്ടിയിട്ടാണ് നമ്മൾ റീഹൈഡ്രേറ്റ് ചെയ്യാനാണ് കേട്ടോ. അതുപോലെ തന്നെ എന്താണ്?
നമ്മളുടെ ആ ഒരു ശരീരത്തിനകത്തുള്ള ഇലക്ട്രോലൈറ്റ് ഒക്കെ ബാലൻസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ലാക്ടേറ്റ് ഗ്ലൂക്കോസ് എന്നാണ് പറയുന്നത്. IV ഫ്ലൂയിഡ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് പേജിലോട്ട് പോവാം നമുക്കെന്നാ. അടുത്ത പേജിലോട്ട് പോവാം കേട്ടോ. നെക്സ്റ്റ് പേജില് നോക്കട്ടോ, 166 തൊട്ടാണ് കേട്ടോ. എന്താണ് മേഘ നമ്പർ പറയുമോന്നോ? കഴിഞ്ഞ പേജിലെ നമ്പർ ആണോ മേഘ ചോദിക്കുന്നത്? കഴിഞ്ഞ പേജിലെ നമ്പർ ആണോ? ഞാനത് 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പറയാം. 147, 147, 152, 153, 161, 164. കഴിഞ്ഞ പേജിലെയാണ് പറഞ്ഞത്. 147, 152, 153, 161, 164. ഓക്കെ, ഈ പേജിൽ നമുക്ക് നോക്കാം കേട്ടോ. ഈ പേജിനകത്ത് നമുക്ക് 166 തൊട്ടാണ് കേട്ടോ. 160 അതായത് 166 തൊട്ട് 188 വരെയാണ് ഈ പേജിനകത്ത് ഉള്ളത് കേട്ടോ. അതിൽ മാർക്ക് ചെയ്ത നമ്പേഴ്സ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് എഴുതി വെക്കാം. നമ്പേഴ്സ് പറയാണ് കേട്ടോ. 173, 173 കേട്ടോ. 173, 174, 174, 175, 175, 179, 179, 179, 184, 184, 184 കേട്ടോ. 187, 187, 188, 188. ഒന്നുകൂടെ പറയാം കേട്ടോ നമ്പേഴ്സ്. ഒന്നുകൂടെ നോക്കാം നിങ്ങള്. 173, 174, 175, 179, 184, 187, 188. ഓക്കെ, കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? നമ്പേഴ്സ് കിട്ടിയോ? ഓക്കെ, നമുക്ക് വായിക്കാം കേട്ടോ. ആദ്യത്തെ നോക്കുക, LSD ട്ടോ. LSD-യുടെ എന്താണ് എക്സ്പാൻഷൻ? ലിസർജിക് ആസിഡ് ഡൈഇഥൈൽ അമൈഡ് എന്നാണ് കേട്ടോ. അതായത് ലിസർജിക് ആസിഡ് ഡൈഇഥൈൽ അമൈഡ് എന്ന് പറഞ്ഞാല് ശരിക്കും നമ്മുടെ ആൽക്കഹോളിസം ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ ആണ് കേട്ടോ. ആൽക്കഹോളിസം ഭയങ്കരമായിട്ട് സിവിയർ, അത് എന്താ പറയാ, മദ്യത്തിന് അടിമയായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുന്നത്. ആൽക്കഹോളിസം ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ ആണ് LSD എന്നാണ് പറയാ. ലിസർജിക് ആസിഡ് ഡൈഇഥൈൽ അമൈഡ് കേട്ടോ. അടുത്തതാണ് LUL. LUL എന്താണ്? ലെഫ്റ്റ് അപ്പർ ലോബ് ഓഫ് ദ ലെഗ്. നമ്മൾ നേരത്തെ ഒരെണ്ണം പഠിച്ചല്ലോ, അതെന്തായിരുന്നു? LLL, ലെഫ്റ്റ് ലോവർ ലോബ് ഓഫ് ദ ലെഗ്. LUL എന്താണ്? ലെഫ്റ്റ് അപ്പർ ലോബ് ഓഫ് ദ ലെഗ് എന്നാണ് കേട്ടോ. അതുപോലെ LUQ, അവിടെ ഒരു തിരുത്തുണ്ട് കേട്ടോ. LUQ തിരുത്തുണ്ട് കേട്ടോ. നിങ്ങളുടെ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ, അങ്ങനെയാണോ എടുക്കുന്നത്? ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ, അങ്ങനെയാണോ എടുക്കുന്നത്? അങ്ങനെയല്ലേ എടുക്കുന്നത്? LUQ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് എങ്ങനെയാണ്? ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. ഓക്കെ, കറക്റ്റ് അല്ലേ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത്? ഓക്കെ, അതാണ് കേട്ടോ അതിന്റെ എക്സ്പാൻഷൻ. അത് നേരത്തെ പറഞ്ഞില്ലേ, ഏതായിരുന്നു? LLQ പഠിച്ചില്ലേ? ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ. അതുപോലെ തന്നെയുള്ളതാണ് LUQ കേട്ടോ. ലെഫ്റ്റ് അപ്പർ ക്വാഡ്രന്റ് ഓഫ് ദ അബ്ഡോമൻ ആണ് അബ്ഡോമൻ. ഓക്കെ, അടുത്തതാണ് LVN. LVN-ന്റെ എക്സ്പാൻഷൻ എന്താണ്? ലൈസൻസ്ഡ് വൊക്കേഷണൽ നഴ്സ് എന്നാണ് കേട്ടോ. ലൈസൻസ്ഡ് വൊക്കേഷണൽ നഴ്സ്. അടുത്തത് സ്മോൾ എം, എല്ലാവർക്കും അറിയാം, ടീച്ചർ ആണ് അല്ലെ. സ്മോൾ എം ടീച്ചർ ആണ്. അടുത്ത നോക്കുക, MAE. MAE ക്യാപിറ്റൽ ആണ്. MAE മൂവ്സ് ഓൾ എക്സ്ട്രീമിറ്റീസ് ആണ്. മൂവ്സ് ഓൾ എക്സ്ട്രീമിറ്റീസ്. ഇത് ഉദ്ദേശിക്കുന്നത് മൂവ്സ് ഓൾ എക്സ്ട്രീമിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു മൂവ് വൺസ് ഓൺ ലെഗ്സ് ആൻഡ് ആർംസ്. നമ്മുടെ കൈകള്, കാലുകള് അതൊക്കെ ചലിപ്പിക്കാനുള്ള ഒരു എബിലിറ്റിനെയാണ് നമ്മൾ സാധാരണ ന്യൂറോളജിക്കൽ എക്സാമിനേഷന്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്. അതായത് കൈയും കാലും കണക്കിലോക്കും, കൈകളുടെ വിരലുകള് അല്ലെങ്കിൽ കാൽ വിരലുകൾ ഇതൊക്കെ ചലിപ്പിക്കാൻ പറ്റുന്നത്. അതായത് മൂവ്സ് ഓൾ എക്സ്ട്രീമിറ്റീസ്, എല്ലാ എക്സ്ട്രീമിറ്റിയിലും മൂവ് ചെയ്യാന്ന് വെച്ചാല്
ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു മൂവ് വൺസ് ഓൺ ലെഗ്സ് ആൻഡ് ആർംസ്. അവരുടെ കാലുകള്, അവരുടെ കൈകൾ ഇതെല്ലാം ചലിപ്പിക്കാനുള്ള ഒരു കഴിവ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് പൊതുവെ ന്യൂറോളജിക്കൽ എക്സാമിനേഷന്റെ ഭാഗമായിട്ട് ചെയ്യാറുണ്ട്. അടുത്തതാണ് MEEW. MEEW അതെന്താണ്? മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ് വെൽ എന്നാണ് കേട്ടോ. ഡബ്ല്യൂന്റെ എക്സ്പാൻഷൻ അവിടെ വെൽ എന്നാണ്. മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ് വെൽ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ റേഞ്ചിലും ഫുൾ റേഞ്ചിൽ അയാൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ്. അപ്പൊ MEE എന്ന് പറയുന്നത് മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ് ആണ്. MEEW എന്ന് പറയുന്നത് മൂവ്സ് ഓൾ എക്സ്ട്രിമിറ്റീസ് വെൽ. വളരെ നന്നായിട്ട് തന്നെ, അതായത് ഫുൾ റേഞ്ചിൽ തന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് MAP. MAP എന്താണ്? മീൻ ആർട്ടീരിയൽ പ്രഷർ എന്നാണ്. എന്താണ് മീൻ ആർട്ടീരിയൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ആവറേജ് ബ്ലഡ് പ്രഷർ ഇൻ ദ ആർട്ടറി ആണ് കേട്ടോ. ആവറേജ് ബ്ലഡ് പ്രഷർ ആണ്. ആവറേജ് ബ്ലഡ് പ്രഷർ ഡ്യൂറിംഗ് എ കാർഡിയക് സൈക്കിൾ ആണ് കേട്ടോ. ഓക്കെ, അതായത് ഒരു കാർഡിയക് സൈക്കിൾ, അതായത് ഒരു സിസ്റ്റോളിക്കും ഒരു ഡയാസ്റ്റോളിക്കും, അതായത് ഒരു ചുരുക്കം ഒരു വികാസം, അതാണ് ഒരു കാർഡിയക് സൈക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു കാർഡിയക് സൈക്കിളില് ഒരു കാർഡിയക് സൈക്കിൾ സമയത്ത് ആ ആർട്ടറിക്കകത്ത് ധമനിയിൽ അനുഭവപ്പെടുന്ന ഒരു ആവറേജ് ബ്ലഡ് പ്രഷർ ഉണ്ടല്ലോ, അതാണ് ശരാശരി രക്തസമ്മർദ്ദം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മീൻ ആർട്ടീരിയൽ പ്രഷർ എന്നാണ് കേട്ടോ. മീൻ ആർട്ടീരിയൽ പ്രഷർ. അടുത്തതാണ് NCG. NCG എന്താണ്? മൈക്രോഗ്രാം എന്നാണ് കേട്ടോ. അതാണ് മൈക്രോഗ്രാം. NCG മൈക്രോഗ്രാം. അടുത്തതാണ് MCL. അതാണ് MCL. MCL എന്ന് പറഞ്ഞാല് മിഡ് ക്ലാവിക്കുലാർ ലൈൻ മോഡിഫൈഡ് ചെസ്റ്റ് ലീഡ് എന്നാണ് കേട്ടോ. മിഡ് ക്ലാവിക്കുലാർ ലൈൻ മോഡിഫൈഡ് ചെസ്റ്റ് ലീഡ് എന്നർത്ഥം കേട്ടോ. അർത്ഥമല്ല, എക്സ്പാൻഷൻ ആണ്. മിഡ് ക്ലാവിക്കുലാർ ലൈൻ മോഡിഫൈഡ് ചെസ്റ്റ് ലീഡ്. ഓക്കെ, അടുത്തതാണ് MEQ. MEQ മില്ലി എക്വിവാലന്റ്. അതാണ് മില്ലി എക്വിവാലന്റ്. MG എന്താണ്? മില്ലിഗ്രാം. അറിയാലോ, MG എന്താണ്? മില്ലിഗ്രാം. മാറിപ്പോവരുത് കേട്ടോ. MCG മൈക്രോഗ്രാം ആണ്. പിന്നെ MG എന്ന് പറയുന്നത് മില്ലിഗ്രാം ആണ്. അടുത്തത് MI ക്യാപിറ്റൽ ആണ്. MI മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ഇതാണ് ഹാർട്ട് അറ്റാക്ക് ആണ്. പലതവണയായി നമ്മൾ പറയുന്നത് കേട്ടോ. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർട്ട് അറ്റാക്ക് ആണ് കേട്ടോ. ഹാർട്ട് അറ്റാക്ക്. അടുത്തതാണ് MICU. MICU ഇതൊക്കെയുള്ള എക്സ്പാൻഷൻ മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. മറ്റൊരു എക്സ്പാൻഷൻ എന്താണ്? മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ICUന്റെ ഫുൾ ഫോം നമുക്കറിയാലോ. ഓക്കെ, MICU എന്ന് പറയുമ്പോൾ മൊബൈൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നാണ് കേട്ടോ. MI എന്നെല്ലാവർക്കും പറയാം, മിനിറ്റ് എന്നാണ് കേട്ടോ. മിനിറ്റ്. ഓക്കെ, ML. ML ഇത് കറക്റ്റ് ആണ്. സ്മോൾ എമ്മും ക്യാപിറ്റൽ ലെറ്റർ എല്ലാം ആണ്. മില്ലി ലിറ്റർ ആണ് കേട്ടോ. MM. MM എന്താണ്? മില്ലിമീറ്റർ. ഓക്കെ, മില്ലിമീറ്റർ. MMHG എന്ന് പറഞ്ഞാൽ എന്താണ്? HG നമ്മൾ പഠിച്ചിട്ടാണ്, മെർക്കുറി ആണ് അല്ലെ. MMHG എന്ന് പറഞ്ഞാൽ മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. അടുത്തത് MRI. MRI എന്താണ്? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ് അല്ലെ. MRI സ്കാൻ കേട്ടിട്ടില്ലേ? അതെ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജ്. അടുത്തതാണ് MS. MS എന്താണ് ശരിക്കും? MS എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് എക്സ്പാൻഷൻ ഉണ്ട്. ഒന്ന് മോർഫിൻ സൾഫേറ്റ്. മോർഫിൻ സൾഫേറ്റ്. മോർഫിൻ സൾഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ഇതൊരു മെഡിസിൻ ആണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് ദ സിവിയർ പെയിൻ. അനാൾജസ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അനാൾജസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പെയിൻ കില്ലർ ആണ് കേട്ടോ. വേദന സംഹാരിയായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ ആണ് കേട്ടോ. മോർഫിൻ സൾഫേറ്റ്. മോർഫിൻ കേട്ടിട്ടില്ലേ? മോർഫിൻ ഭയങ്കര സിവിയർ പെയിൻ ഒക്കെ വരുമ്പോ കൊടുക്കുന്നതാണ് മോർഫിൻ. ഇപ്പൊ ഇങ്ങനെ വേദന ഒട്ടും സഹിക്കാൻ പറ്റാത്ത വേദനയ്ക്ക് മോർഫിൻ ആണ് കൊടുക്കുക കേട്ടോ. അതൊരു അനാൾജസ്റ്റിക് മെഡിസിൻ ആണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് ദ സിവിയർ പെയിൻ കേട്ടോ. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറഞ്ഞാൽ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് കേട്ടോ. ദാറ്റ് അഫക്റ്റിംഗ് അവർ സെൻട്രൽ നെർവസ് സിസ്റ്റം, CNS. അതായത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം, കേന്ദ്ര നാഡീ വ്യവസ്ഥയെയൊക്കെ ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ് കേട്ടോ. എന്ത്? മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. രണ്ട് എക്സ്പാൻഷൻ ഓർക്കാം. ഒന്ന് മോർഫിൻ സൾഫേറ്റ്, അതൊരു അനാൾജസ്റ്റിക് ആണ്, വേദന സംഹാരിയാണ് കേട്ടോ. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ദാറ്റ് അഫക്റ്റിംഗ് അവർ സെൻട്രൽ നെർവസ് സിസ്റ്റം കേട്ടോ. ഓക്കെ, അടുത്തത് MSO4. MSO4. MSO4 എന്താണ്? മോർഫിൻ സൾഫേറ്റ് ആണ്. MS എന്ന് പറയാം, MSO4 എന്ന് പറയാം കേട്ടോ. മോർഫിൻ സൾഫേറ്റ്. അടുത്തത് MVA. MVA എന്താണ്? മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ്. ഇതാണ് മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ്.
MVC എന്താണ് മോട്ടോർ വെഹിക്കിൾ ക്രാഷ്. എന്താണ് മോട്ടോർ വെഹിക്കിൾ ക്രാഷ് എന്നാണ് കേട്ടോ. രണ്ടെണ്ണം നോക്കാം. MVA മോട്ടോർ വെഹിക്കിൾ ആക്സിഡന്റ്, MVC മോട്ടോർ വെഹിക്കിൾ ക്രാഷ് എന്നാണ് കേട്ടോ. ഓക്കെ ആണോ? അപ്പൊ ആ ഒരു പേജിൽ മാർക്ക് ചെയ്തത് 173, 174, 175, 179, 184, 187, 188. ഓക്കെ. ഓക്കെ ആണോ? നെക്സ്റ്റ് പേജിലോട്ട് പോവാം കേട്ടോ. അടുത്ത പേജിലോട്ട് പോവാം നമുക്ക്. നെക്സ്റ്റ് പേജില് 189 തൊട്ടാണ് കേട്ടോ. 189 തൊട്ട് 211 വരെയാണ് കേട്ടോ. 211 വരെയാണ് 189 കേട്ടോ. 189 തൊട്ട് 211 വരെയാണ് നെക്സ്റ്റ് ഈ ഒരു പേജിനകത്തുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് മാർക്ക് ചെയ്യാം. ബസ് ഇതൊക്കെയാണ്. 192 192 കേട്ടോ. 192, 193 193, 196 196, 198 198, 207 207 207 കേട്ടോ. 207, 210 210, 210 210. ഒന്നുകൂടെ നമ്പേഴ്സ് പറയാണ് കേട്ടോ. അത് ശ്രദ്ധിച്ച് കേൾക്കാം. 192, 193, 196, 198, 207, 210 കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ. വായിക്കാൻ നമുക്ക്. MPP എന്താണ് MPP എന്ന് പറഞ്ഞാല് മിത്രാൽ വാൽവ് പ്രൊലാപ്സ് എന്നാണ് കേട്ടോ. എന്താണ് മിത്രാൽ വാൽവ് പ്രൊലാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഇംപ്രോപ്പർ ക്ലോഷർ ഓഫ് വാൽവ്സ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയത്തിലുള്ള വാൽവുകൾ, ഹൃദയ വാൽവുകളുണ്ട്. അപ്പൊ അതിന്റെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ക്ലോഷർ ശരിയായ രീതിയിൽ അത് ക്ലോസ് ചെയ്യാത്തൊരവസ്ഥ നമ്മൾ പറയില്ലേ വാൽവുകൾ. ഓക്കെ. അപ്പൊ മിത്രാൽ വാൽവ് പ്രൊലാപ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ് നോർമൽ കേട്ടോ. ഇതിന്റെ സിമ്പലാണ് സോഡിയം കേട്ടോ. എന്താണ് സോഡിയം. പൊട്ടാസ്യത്തിന്റെ ഏതായിരുന്നു K ആണ് കേട്ടോ. K ആണ്. സോഡിയം ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ A ആണ്. നേട്രിയം എന്നാണ് കേട്ടോ. അതിനെ എന്താക്കിയിട്ടാണ് Na എന്ന് പറയുന്നത്. സോഡിയം കേട്ടോ. അടുത്ത നോക്കൂ, രണ്ടെണ്ണം ഉണ്ട്. Na കൊടുത്താലും N/A എന്ന് പറഞ്ഞാലും നോട്ട് ആപ്ലിക്കബിൾ എന്നാണ് കേട്ടോ. എക്സ്പാൻഷൻ എന്താണ്? നോട്ട് ആപ്ലിക്കബിൾ. Na അല്ലെങ്കിൽ N/A എന്ന് പറഞ്ഞാൽ നോട്ട് ആപ്ലിക്കബിൾ ആണ് കേട്ടോ. അടുത്തത് NaCl. NaCl നമ്മൾ നേരത്തെ KCl പഠിച്ചില്ലേ? പൊട്ടാസ്യം ക്ലോറൈഡ് ഉപ്പ്. എന്നതുപോലെ NaCl എന്താണ്? സോഡിയം ക്ലോറൈഡ് കേട്ടോ. ഉപ്പാണ് സോഡിയം ക്ലോറൈഡ് NaC. അടുത്ത നോക്കൂ, NaB. ഇതാണ് എക്സ്പാൻഷൻ എന്താണ്? നോ അപ്പാരന്റ് ഡിസ്ട്രസ് അല്ലെങ്കിൽ നോ അപ്രീഷിയബിൾ ഡിസീസ്. രണ്ട് എക്സ്പാൻഷൻ ആണ് കേട്ടോ. നോ അപ്പാരന്റ് ഡിസീസ് എന്നുവെച്ചാൽ വ്യക്തമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ. കാര്യപ്പെട്ട അസുഖങ്ങളൊന്നും ഇല്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് നോ അപ്പാരന്റ് ഡിസീസ് അല്ലെങ്കിൽ നോ അപ്രീഷിയബിൾ ഡിസീസ് കേട്ടോ. അടുത്തതാണ് NaHCO3 കേട്ടോ. NaHCO3 H ശരിക്കും C ക്യാപിറ്റൽ ആണ് കേട്ടോ. C ക്യാപിറ്റൽ ആണ്, O ക്യാപിറ്റൽ ആണ് കേട്ടോ. C O ക്യാപിറ്റൽ ലെറ്റർ ആണ് കേട്ടോ. NaHCO3 ഇതറിയോ? സോഡിയം ബൈകാർബണേറ്റ്. അതാണ് സോഡിയം ബൈകാർബണേറ്റ് കേട്ടോ. നമ്മള് അതൊരു ആന്റാസിഡ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. സോഡിയം ബൈകാർബണേറ്റ് നമ്മള് അപ്പക്കാരം എന്ന് പറയില്ലേ? അപ്പക്കാരം കേട്ടിട്ടുണ്ടാവുന്നത് അതന്നെ കേട്ടോ. സോഡിയം ബൈകാർബണേറ്റ് അതിന്റെ ഫോർമുലയാണത്. NaHCO3 സോഡിയം ബൈകാർബണേറ്റ്. അപ്പക്കാരം എന്നൊക്കെ നമ്മൾ പറയും. അതൊരു ആന്റാസിഡും കൂടിയാണ് കേട്ടോ. ആന്റാസിഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് കൂടിയാണ്. ഓക്കെ. അടുത്തത് നെക്സ്റ്റ് വരുന്നത് NC ആണ് കേട്ടോ. NC എന്താണ്? നേസൽ കാനുല. നേസൽ കാനുല കണ്ടിട്ടില്ലേ? നമ്മുടെ മൂക്കില് വെക്കുന്ന ഒരു കാനുല ഉണ്ട്. നേസൽ കാനുല ഓക്സിജനും മറ്റൊക്കെ കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് മൂക്കിൽ വെക്കുന്ന ഒരു ഇതാണ് കേട്ടോ. നേസൽ കാനുല ട്യൂബാണത്. നേസൽ കാനുല. അടുത്തതാണ് NG. NG എന്താണ്? നാസോ ഗ്യാസ്ട്രിക് എന്നാണ് കേട്ടോ. നാസോ ഗ്യാസ്ട്രിക് കേട്ടോ. നാസോ ഗ്യാസ്ട്രിക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? It is the passage of the tube through the nose to the stomach. അല്ലെ? ഗ്യാസ്ട്രിക് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റൊമക്ക് വരെയുള്ള ഭാഗം. It is the passage of a tube
ത്രൂ ദ നോസ് ടു ദ നോസിലൂടെ എവിടെ വരെ സ്റ്റൊമക്കിലോട്ട് എത്തുന്ന ഒരു ട്യൂബ് ആണ് കേട്ടോ. നാസോ ഗ്യാസ്ട്രിക് എന്നാണ് പറയുക. NICU നമ്മൾ പഠിച്ചതാണ്, പലതവണ ചോദിച്ചതാണ്. NICU എന്താണ്? നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ. നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ, അടുത്തത് NIDDM. NIDDM എന്താണ്? നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെല്ലിറ്റസ് എന്നാണ് കേട്ടോ. നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെല്ലിറ്റസ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലാണ് IDDM പഠിച്ചിരുന്നു അല്ലെ. ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെല്ലിറ്റസ്, അതിന് ടൈപ്പ് 1 പ്രമേഹം എന്നാണ് നമ്മൾ പറയുക അല്ലെ. ടൈപ്പ് 1 പ്രമേഹം. ഇത് NIDDM, അത് നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെല്ലിറ്റസ് ആണ്. ടൈപ്പ് 2 പ്രമേഹം എന്ന് പറഞ്ഞത് ടൈപ്പ് 2 പ്രമേഹമാണ് കേട്ടോ. ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണ്. നമ്മൾ ടൈപ്പ് 1 പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷെ ആ ഇൻസുലിനെ ശരിയായ വിധത്തിൽ ബോഡിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതാണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ ഈ സംഭവം നോൺ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെല്ലിറ്റസ് എന്ന് പറയുമ്പോൾ ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല. ഇൻസുലിൻ എന്ന് പറഞ്ഞ സംഭവമേ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ വരുന്ന പ്രമേഹം. മറ്റേത് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷെ ബോഡിക്ക് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ വരുന്ന പ്രമേഹമാണ് ടൈപ്പ് 1 പ്രമേഹം. ടൈപ്പ് 2 എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണ്, ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല കേട്ടോ. അടുത്തതാണ് NKA, അതുമൂലം വരുന്ന പ്രമേഹമാണ്. അടുത്തത് NKA. എന്താണ്? നോൺ അലർജീസ് എന്നാണ് കേട്ടോ. നോൺ അലർജീസ്. പ്രത്യേകിച്ച് അലർജികളൊന്നുമില്ല. പൊതുവെ നമ്മള് ഡോക്ടേഴ്സ് നമുക്ക് മരുന്നുകൾ വലിയ ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് ചോദിക്കാറുണ്ട് എന്തെങ്കിലും മരുന്നിന് അലർജി ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ. ഓക്കെ, നോൺ അലർജീസ് കേട്ടോ. പ്രത്യേകിച്ച് അലർജികളൊന്നും ഇല്ല നമ്മൾ പറയാം. NKDA എന്ന് പറയുന്നത് എന്താണ്? നോൺ ഡ്രഗ് അലർജീസ് കേട്ടോ. നോൺ ഡ്രഗ് അലർജീസ്. അടുത്തതാണ് NPA. എന്താണ്? നാസോഫാരിംഗൽ എയർവേ ആണ് കേട്ടോ. നാസോഫാരിംഗൽ എയർവേ ആണ് കേട്ടോ. എന്താണ്? നമ്മളുടെ മൂക്കിലൂടെ നമ്മുടെ ഫാരിങ്സ് ത്രോട്ടിലോട്ട് ഇറക്കുന്ന ഒരു ട്യൂബ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ട്? ടു കീപ് ദ എയർവേ ഓപ്പൺ. നമ്മുടെ എയർവേ എപ്പോഴും ഓപ്പൺ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താണ്? നാസോഫാരിംഗൽ എന്ന് പറഞ്ഞ മൂക്കിലൂടെ നമ്മുടെ ത്രോട്ട് വഴി ഇറക്കുന്ന ട്യൂബാണ്. പൊതുവെ നമ്മൾ ഈ സർജിക്കൽ പ്രൊസീജിയറും മറ്റൊക്കെ ചെയ്ത് ശ്വാസതടസ്സം ഒന്നും വരാതിരിക്കാനായിട്ട് കൊടുക്കുന്നതാണ് നാസോഫാരിംഗൽ എയർവേ. അടുത്തതാണ് NPO. NPO എന്ന് പറഞ്ഞാല് നിൽപർ ഓയസ് എന്നാണ് കേട്ടോ. നിൽപർ ഓയസ് അതൊരു ലാറ്റിൻ പദമാണ്. നിൽപർ ഓയസ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബൈ മൗത്ത് എന്നർത്ഥം കേട്ടോ. നത്തിങ് ബൈ മൗത്ത്. നമ്മൾ വായിലൂടെ ഒന്നും എടുക്കാൻ പാടില്ല എന്നല്ലേ. പ്രത്യേകിച്ച് നമ്മള് സബ്ജക്റ്റ് ഒന്നും പോകുന്നതിന് മുന്നോടിയായിട്ട് എന്താണ്? ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല അല്ലെ. നമുക്ക് ഹെവിയായിട്ട് അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല. നത്തിങ് ബൈ മൗത്ത് എന്നാണ്. പക്ഷെ നമ്മള് വായിലൊന്നും പ്രത്യേകിച്ച് ഫുഡൊന്നും എടുക്കരുത് എന്നുള്ള അർത്ഥമാണ് അവിടെ. നിൽപർ ഓയസ് കേട്ടോ. നത്തിങ് ബൈ മൗത്ത് എന്നാണ്. NS നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നോർമൽ സലൈൻ കേട്ടോ. നോർമൽ സലൈൻ ആണ് കേട്ടോ. ഓക്കെ, നോർമൽ സലൈൻ ഒക്കെ നമുക്ക് പുറത്തൊക്കെ മെഡിക്കൽ ഷോപ്പിംഗ് ഒക്കെ മറ്റും വാങ്ങാനായിട്ട് NS എന്ന് എഴുതിയിട്ടുണ്ടോ? ഒരു നീല കളറിലേക്ക് NS. നോർമൽ സലൈൻ ആണ് കേട്ടോ. ഓക്കെ, അടുത്തതാണ് NSR. NSR എന്താണ്? നോർമൽ സൈനസ് റിതം എന്നാണ് കേട്ടോ. നോർമൽ സൈനസ് റിതം. ദാറ്റ് മീൻസ് നോർമൽ ഹാർട്ട് റിതമാണ് കേട്ടോ. നോർമൽ ഹാർട്ട് റിതം എന്നർത്ഥം. നോർമൽ ഹാർട്ട് ബീറ്റ് ആണ് കേട്ടോ. NTG എന്ന് പറഞ്ഞാല് നൈട്രോഗ്ലിസറിൻ ആണ് കേട്ടോ. നൈട്രോഗ്ലിസറിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെഡിസിൻ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ട്രീറ്റ് ദ കാർഡിയാക് ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അതായത് ഹാർട്ട് അറ്റാക്ക് മെഡിക്കേഷൻ യൂസ്ഡ് ടു ട്രീറ്റ് ദ ആൻസിന പെക്ടോറിസ്. ഈ എന്താ പറയാ ബ്ലോക്ക് വരുന്നത് മൂലം ഉണ്ടാകുന്ന നെഞ്ചുവേദനയൊക്കെ വരില്ലേ. ആൻസിന പെക്ടോറിസ് ഒക്കെ പഠിച്ചതാണ്. അതിനെയൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻ ആണ് കേട്ടോ. നൈട്രോഗ്ലിസറിൻ എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ മെഡിസിൻ യൂസ്ഡ് ടു ട്രീറ്റ് എന്താണ്? ആൻസിന പെക്ടോറിസ്. ദാറ്റ് മീൻസ് ചെസ്റ്റ് പെയിൻ ആണ് കേട്ടോ. അടുത്തതാണ് N/V. N/V എന്താണ്? നോസിയ ആൻഡ് വോമിറ്റിംഗ് എന്നാണ് കേട്ടോ. നോസിയ ആൻഡ് വോമിറ്റിംഗ്. അതായത് നോസിയ അറിയാലോ, തലകറക്കം, ഒക്കാനം എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. വോമിറ്റിംഗ് ആണ്. നോസിയ എന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ, ഒക്കാനമാണ്. തലകറക്കമല്ല, ഒക്കാനമാണ് കേട്ടോ. വോമിറ്റിംഗ്, ഛർദി അറിയാലോ. N/V/V ഇതാണ് നോസിയ ആൻഡ് വോമിറ്റിംഗ് ആൻഡ് ഡയേറിയ. ഇതാണ് N/V/V. നോസിയ ആൻഡ് വോമിറ്റിംഗ് ആൻഡ് ഡയേറിയ. ഓക്കെ, അടുത്തത് NVD. അപ്പൊ ഇത് നമ്മൾ മാറിപ്പോകരുത്. ഇടയിൽ സ്ലാഷ് വരുമ്പോ N/V/V എന്ന് പറയുമ്പോൾ നോസിയ ആൻഡ് വോമിറ്റിംഗ് ആൻഡ് ഡയേറിയ എന്നാണ്. അത് തന്നെ NVD. സ്ലാഷ് ഒന്നും ഇല്ലാതെ എഴുതുമ്പോ NVD എന്ന് പറയുമ്പോൾ നെക്ക് വെയിൻ ഡിസ്റ്റൻഷൻ ആണ് കേട്ടോ.
നെക്ക് വെയിൻ ഡിസ്റ്റൻഷൻ. നമ്മൾ നേരത്തെ ജുഗുലാർ JVD പഠിച്ചില്ലേ, ജുഗുലാർ വെയിൻ ഡിസ്റ്റൻഷൻ എന്ന് പറഞ്ഞില്ല, അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് നെക്ക് വെയിൻ ഡിസ്റ്റൻഷൻ. നമ്മുടെ നെക്കിന്റെ ഭാഗത്തുള്ള വെയിൻ പൾച്ചാവുന്ന സ്വെല്ലാവുന്ന ആ ഒരു അവസ്ഥയാണ് കേട്ടോ നെക്ക് വെയിൻ ഡിസ്റ്റൻഷൻ എന്നാണ് പറയുക. O2 എന്താണ്? ഓക്സിജൻ. O2 ഓക്സിജൻ. അടുത്തത് OB. OB എന്താണ്? ഒബ്സ്ട്രക്റ്റിസ് എന്നാണ് കേട്ടോ. എന്താണ് ഒബ്സ്ട്രക്റ്റിസ്? ഒബ്സ്ട്രക്റ്റിസ് പഠിച്ചതാണ് അല്ലെ? ഇതാണ് ചൈൽഡ് ബർത്ത്, പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഭാഗമാണ് അല്ലെ ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ആ പേജിൽ മാർക്ക് ചെയ്തത് 192, 193, 196, 198, 207 and 210. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിക്കാമോ? 2 മിനിറ്റ് എടുത്തൊന്ന് വായിച്ചേ മൊത്തത്തില്. ഓക്കെ, വായിച്ചോ വായിച്ചോ. നെക്സ്റ്റ് പേജിലോട്ട് പോകാം കേട്ടോ. അടുത്ത പേജിലോട്ട് പോകാം. നിങ്ങക്ക് ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ നിങ്ങക്ക്? ബോറടിക്കുന്നുണ്ട്. അപ്പൊ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കൊരു വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് ക്ലാസ്സിലേക്ക് പോവാം ബോറടിക്കുന്നുണ്ടെങ്കിൽ. നിങ്ങൾക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല പറയാനായിട്ട് അല്ലേ? ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ആ ഉണ്ടാവും ഐശ്വര്യ. 2 മൊഡ്യൂള്. അപ്പോൾ തന്നെ എന്ന് വെച്ചാൽ ആദ്യം ഗ്യാപ്പ് ഉണ്ടാവില്ല. ചിലപ്പോൾ 1-2 ദിവസം നിങ്ങൾക്കൊരു സ്റ്റഡി ലീവ് തരും കേട്ടോ. അത് കഴിഞ്ഞാൽ എക്സാം ഉണ്ടായിരിക്കും, മൊഡ്യൂൾ എക്സാം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അത് മുന്നിൽ കണ്ട് തന്നെ നിങ്ങൾ ഇപ്പോഴേ തന്നെ പഠിക്കണം കേട്ടോ. ഡെയിലി വായിച്ചു പോകണം. ഓരോ ടീച്ചേഴ്സ് എടുക്കുന്ന കാര്യങ്ങളുണ്ട് കേട്ടോ. കാര്യം ഈ ഒരു മൊഡ്യൂള് ഫസ്റ്റും സെക്കൻഡും മൊഡ്യൂളൊക്കെ പോർഷൻസ് തീരുന്നതോടുകൂടി 1-2 ദിവസം ഒക്കെ നിങ്ങൾക്ക് ഒരു സ്റ്റഡി ലീവ് പോലെ തരും. അത് കഴിഞ്ഞ് മൊഡ്യൂൾ എക്സാം ഉണ്ടായിരിക്കും കേട്ടോ. മൊഡ്യൂൾ എക്സാമിന് ശേഷമാണ് നമ്മൾ 3rd ഉം 4th ഉം ചാപ്റ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അത് ഓരോ സെപ്പറേറ്റ് ആയിട്ടാണ്. മൊഡ്യൂൾ 1 സെപ്പറേറ്റ് എക്സാം ആണ്, 60 മാർക്കിനായിരിക്കും. മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 60 മാർക്കിനില്ല. ഓക്കെ, ടോട്ടൽ 120 കേട്ടോ. സെപ്പറേറ്റ് ആയിട്ടാണ്. മൊഡ്യൂൾ 1 ചാപ്റ്റേഴ്സിനെ മാത്രം ഉൾപ്പെടുത്തിയിട്ട് മൊഡ്യൂൾ എക്സാം 60 മാർക്ക്, മൊഡ്യൂൾ 2 വരുന്ന ചാപ്റ്റേഴ്സ് ഉൾപ്പെടുത്തിയിട്ട് 60 മാർക്ക് ക്വസ്റ്റ്യൻ ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. അല്ല അതല്ല ഫൈനൽ എക്സാം അല്ല, ഇത് മൊഡ്യൂൾ എക്സാം ആണ്. ഇത് മൊഡ്യൂൾ എക്സാം ആണ് കേട്ടോ, ഫൈനൽ എക്സാം അല്ല, മൊഡ്യൂൾ ആണ്. അതുപോലെ നമ്മൾ 3rd ഉം 4th ഉം കഴിയുമ്പോഴും ഒരു മൊഡ്യൂൾ എക്സാം വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മോഡൽ എക്സാം, എന്നിട്ടാണ് മെയിൻ എക്സാം വരുന്നത് കേട്ടോ. നിങ്ങളുടെ ചാപ്റ്റേഴ്സ് തീരുന്നതിനനുസരിച്ച് അടുത്ത മാസം എന്തായാലും ഉണ്ടാവും. ഓക്കെ, അടുത്ത മാസമോ അല്ലെങ്കിൽ ഈ മാസം അവസാനമൊക്കെ ആയിട്ട് ഉണ്ടാവാം. നിങ്ങളുടെ പോർഷൻസ് ഒക്കെ തീർന്നു കഴിഞ്ഞാല് അധികം വൈകാതെ തന്നെ മൊഡ്യൂൾ എക്സാം ഉണ്ടായിരിക്കും കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, എല്ലാ ബാച്ചിനും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഡെയിലി അത് തീരുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കണം കേട്ടോ. ഡെയിലി ഉണ്ടാവുന്ന അറിയില്ല, അതറിയില്ല രചന. ചിലപ്പോ
അത് ടൈം ടേബിൾ അവര് ഇടുന്നതിനനുസരിച്ചായിരിക്കും കേട്ടോ. ഓഫീസിൽ നിങ്ങൾക്ക് അറിയിക്കും, നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിനകത്തേക്ക് അറിയിക്കും കേട്ടോ ഡേറ്റ്. അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ട് പഠിക്കുക നിങ്ങൾ കേട്ടോ. പിന്നെ ഡെയിലി മോക്ക് ടെസ്റ്റുകളും മറ്റുമൊക്കെ പ്രാക്ടീസ് ചെയ്ത് പോവാ. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു എന്താ പറയാ, എക്സാമിന്റെ പാറ്റേൺ മനസ്സിലാക്കാനും അറ്റൻഡ് ചെയ്യാനും അതുപോലെ ടൈമൊക്കെ മാനേജ് ചെയ്യാനൊക്കെ ഉള്ളൊരു പ്രാക്ടീസ് ആണ് ശരിക്കും കേട്ടോ. ഓക്കെ, അതായിരിക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് കേട്ടോ, ഡിസ്ക്രിപ്റ്റീവ് അല്ല നമ്മുടെ എക്സാം കേട്ടോ. എല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, കറക്റ്റ് ആൻസർ ഐഡന്റിഫൈ ചെയ്യുക. അങ്ങനെയാണ് നമ്മുടെ എക്സാം പാറ്റേൺ കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ വായിച്ചു പോകുമ്പോ എല്ലാ ഭാഗങ്ങളും നല്ല ശ്രദ്ധിച്ച് തന്നെ വായിച്ച് മനസ്സിലാക്കി പോവാം. അപ്പൊ പിന്നെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഞാൻ മോക്ക് ടെസ്റ്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറയാൻ കാരണം അതാണ്. എനിക്ക് ഇതുപോലെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് അവസാനമൊക്കെ ആകുമ്പോഴേക്കും നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ടൈമൊക്കെ മാനേജ് ചെയ്യാനൊക്കെ പറ്റും, ടെൻഷൻ ഒഴിവാക്കാൻ പറ്റും. മാർക്കേറ്റൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും നമുക്ക്. അപ്പൊ അതിനൊക്കെ ഒരു പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത്തരം മൊഡ്യൂൾ എക്സാമുകളൊക്കെ നടക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒരെണ്ണം കഴിയുമ്പോൾ നിങ്ങൾ കുറെ കൂടെ കോൺഫിഡന്റ് ആവും. അടുത്തത് കഴിയുമ്പോൾ പിന്നെ ആ ടെൻഷനൊന്നും അടിക്കാനൊന്നുമില്ല മനീഷ, അത് വളരെ ഒരു ടെൻഷനും അടിക്കണ്ട. ഇതിന് ടെൻഷൻ അടിക്കണേ മാത്രമൊന്നുമില്ല കേട്ടോ. ഓക്കെ, നിങ്ങൾ പഠിക്കാം. പിന്നെ ഓൺലൈൻ എക്സാം ആണ്, അപ്പോ 60 മാർക്കിന്റെ നിങ്ങൾ ഒരു തവണ മൊഡ്യൂൾ എക്സാം എഴുതുമ്പോൾ തന്നെ നിങ്ങൾ കോൺഫിഡന്റ് ആവുന്ന എനിക്ക് ഉറപ്പാണ്. ആ ഒരു മൊഡ്യൂൾ എക്സാം കഴിഞ്ഞ് പിന്നെ അടുത്ത എക്സാം മോഡൽ കണ്ടക്ട് ചെയ്യുമ്പോൾ തോറും നിങ്ങൾ അത്രയും പ്രാക്ടീസ് ആവല്ലേ, ഒരു ടെൻഷനും വേണ്ട കേട്ടോ. പഠിക്കുക, ഡെയിലി പഠിക്കാന്ന് വെച്ചാൽ നമുക്കറിയാം വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, തിരക്കൊക്കെ ഉണ്ടാവും എല്ലാവരും, പിന്നെ മറ്റുള്ള ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ഉണ്ടാവും ഇതിനകത്ത്. അപ്പൊ നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ടൈം എന്താണ് വായിച്ചു നോക്കാം. അത് കുഴപ്പമില്ല മനീഷ. ക്ലാസ് ഞാൻ പറയട്ടെ, റെക്കോർഡഡ് ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ. റെക്കോർഡഡ് ക്ലാസ്, നമ്മുടെ ഈ ക്ലാസ്സിന്റെ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് ക്ലാസ് കിട്ടൂലോ, അപ്പൊ അതൊക്കെ നോക്കുക കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. എല്ലാവർക്കും ഡെയിലി ചിലപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെന്ന് വരില്ല. അബ്രിവേഷൻസ് പഠിക്കാൻ തന്നെ 2 ഡേയ്സ് എടുക്കും. അങ്ങനെയൊന്നുമില്ല, അത് ഞാൻ പറയട്ടെ, അത് ഇരുന്ന് പഠിക്കണ്ട. നിങ്ങൾ ഇന്നൊരു തവണ വായിക്കുക. നമ്മളിപ്പോ ഒരു ദിവസം എത്രയാ, ഒരു 4 പേജൊക്കെ അല്ലേ മാക്സിമം നമുക്ക് എടുക്കണുള്ളൂ. ഇന്നൊരു ദിവസം വായിക്കാം. വായിക്കാൻ ഇപ്പൊ എത്ര സമയം വേണം, 5 10 മിനിറ്റ് ഒന്ന് ഓടിച്ച് വായിക്കാം. നാളെ സമയം കിട്ടുമ്പോൾ ഒന്നുകൂടെ വായിക്കാം, മറ്റന്നാൾ സമയം കിട്ടുമ്പോൾ ഒന്നുകൂടെ വായിക്കാം. അങ്ങനെ ഡെയിലി നിങ്ങൾ ഒരു തവണ ഒന്ന് മനസ്സിരുത്തി റിപ്പീറ്റ് ചെയ്താൽ മതി, അപ്പൊ നിങ്ങൾക്ക് കിട്ടും. അതായത് അതിന് വേണ്ടി മാത്രം ഇങ്ങനെ ഇരുന്ന് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്. ഡെയിലി ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. പിന്നെ നമ്മൾ മാർക്ക് ചെയ്ത് തരുന്നത് ഒരു വിധമൊക്കെ നിങ്ങൾ മറ്റുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുന്നത് കൂടുതൽ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ പോവാം, നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോവാം. കുറച്ച് ബോറടിയൊക്കെ മാറിയിട്ടുണ്ടാവും വിചാരിക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പേജ് അടുത്തത് കേട്ടോ 212 തൊട്ടാണ്. 212 തൊട്ട് 234 വരെ കേട്ടോ. നോക്കാം നമുക്ക്. അപ്പൊ മാർക്ക് ചെയ്യാനുള്ള നമ്പേഴ്സ് ഇതൊക്കെയാണ്. മാർക്ക് ചെയ്ത് വെച്ചോ. 212 മാർക്ക് ചെയ്യാം കേട്ടോ. 212. പിന്നെ 240 214 മാർക്ക് ചെയ്തോളൂ. 216 216 224 കേട്ടോ. 224 227 227 മാർക്ക് ചെയ്തോ. ഓക്കെ, അപ്പൊ ആ പേജിനടുത്ത് എന്നോട് പറയാം കേട്ടോ. 212 214 216 224 227. ഓക്കെ, വായിക്കാം കേട്ടോ. ഫസ്റ്റ് വൺ OBS കേട്ടോ. OBS എന്താണ്? എക്സ്പെൻഷൻ ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രം എന്നാണ് കേട്ടോ. ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഈ ഒരു തലച്ചോറിലെ അബ്നോർമാലിറ്റീസ് മീൻസ് ഈ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റീസ് മോശമാവുന്നത് മൂലം അനുഭവപ്പെടുന്ന അവസ്ഥയാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ഓർമ്മ, നമ്മുടെ ചിന്ത. ഇതാണ് 227 കഴിഞ്ഞിട്ടില്ല കേട്ടോ. ആ പേജിനകത്ത് 227 ലാസ്റ്റ് പറഞ്ഞത്. 5 എണ്ണം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. 212 214 216 224 227 ഇത്രയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ.
അപ്പൊ ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രം എന്നാണ് അതിന്റെ എക്സ്പാൻഷൻ. അതായത് നമ്മൾ ഈ മോശപ്പെട്ട മസ്തിഷ്ക പ്രവർത്തനങ്ങൾ മൂലം നമ്മുടെ വൈകാരികമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് ഓർമ്മയ്ക്കൊക്കെ വരുന്ന വൈകല്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. OBS ഓർഗാനിക് ബ്രെയിൻ സിൻഡ്രം എന്നാണ് കേട്ടോ. അടുത്തത് OD കേട്ടോ. OD എന്തൊക്കെയാണ്? രണ്ട് മൂന്ന് കുറച്ചധികം ഉണ്ട് കേട്ടോ എക്സ്പാൻഷൻ, ഒന്ന് ശ്രദ്ധിക്കാം. ഒന്ന് ഓവർഡോസ് കേട്ടോ. OD ഓവർഡോസ്. മറ്റൊന്ന് റൈറ്റ് ഐ. അപ്പൊ നിങ്ങൾ വിചാരിക്കാതെ ഇങ്ങനെ റൈറ്റ് ഐ വരണേന്ന് വിചാരിക്കും അല്ലെ. അതായത് OD എന്ന് പറഞ്ഞാല് ഒക്യുലസ് ഡെക്സ്ട്രസ് എന്നാണ് കേട്ടോ. ഒക്യുലസ് ഡെക്സ്ട്രസ് എന്ന് പറഞ്ഞ ഒരു എക്സ്പാൻഷൻ, അതൊരു ലാറ്റിൻ വാക്കാണ്. അതിന്റെ മീനിങ് എന്താണെന്ന് അറിയോ? റൈറ്റ് ഐ എന്നാണ് കേട്ടോ. അതിന്റെ മീനിങ് റൈറ്റ് ഐ എന്നാണ്. പെട്ടെന്ന് നിങ്ങൾ OD കേൾക്കുമ്പോൾ ഇങ്ങനെ റൈറ്റ് ഐ എന്ന് പറഞ്ഞേന്ന് വിചാരിക്കും അല്ലെ. അപ്പൊ റൈറ്റ് ഐ എന്ന് പറഞ്ഞത് മീനിങ് ആണ്. OD എന്ന് വെച്ചാൽ ഒക്യുലസ് ഡെക്സ്ട്രസ് എന്നുണ്ട് കേട്ടോ. ഒക്യുലസ് ഡെക്സ്ട്രസ് ദാറ്റ് മീൻസ് നമ്മുടെ അതൊരു ലാറ്റിൻ പദമാണ്, നിങ്ങൾക്ക് അറിയൂല അത്. റൈറ്റ് ഐ എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. റൈറ്റ് ഐ എന്നാണ് അതിന്റെ മീനിങ്. പിന്നെ മറ്റൊരു എക്സ്പാൻഷൻ നോക്കിയേ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. പിന്നെ ഔട്ട്സൈഡ് ഡയമീറ്റർ, അതാണ് ഔട്ട്സൈഡ് ഡയമീറ്റർ. പിന്നെ എന്താണ്? ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി, മറ്റൊരു എക്സ്പാൻഷൻ ആണ് കേട്ടോ. ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി. ഓക്കെ, ഇത്രയും ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഓവർഡോസ്, റൈറ്റ് ഐ. റൈറ്റ് ഐ എന്ന് വെച്ചാൽ മീനിങ് ആണ് ഒക്യുലസ് ഡെക്സ്ട്രസ് എന്ന് പറഞ്ഞൊരു എക്സ്പാൻഷൻ, അത് ലാറ്റിൻ പദമാണ്. അതിന്റെ അർത്ഥം റൈറ്റ് ഐ ആണ് കേട്ടോ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഔട്ട്സൈഡ് ഡയമീറ്റർ, ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി. ഓക്കെ, അടുത്തത് OP. നമുക്കറിയാലോ എന്താണ്? ഔട്ട് പേഷ്യന്റ്, നമ്മൾ പഠിച്ചതാണ് ഔട്ട് പേഷ്യന്റ്. ഓക്കെ, അടുത്തത് OPA എന്താണ്? ഓറോഫാരിൻഗെയിൽ എയർവേ ആണ്. ഓറോഫാരിൻഗെയിൽ എയർവേ എന്ന് വെച്ചാൽ അതൊരു ഡിവൈസ് ആണ് കേട്ടോ. അത് മൗത്തിലൂടെ, നമ്മുടെ വായിലൂടെ ഇറക്കി ഫാരിങ്സിനകത്തോട്ട്, നമ്മുടെ ത്രോട്ടിലോട്ട് എയർവേ ഓപ്പൺ ചെയ്ത് വെക്കാനാണ്. നമ്മുടെ ശ്വാസനാളം ഓപ്പൺ ചെയ്ത് വെക്കാനാണ്. പ്രത്യേകിച്ച് നമ്മുടെ എന്തെങ്കിലും സർജിക്കൽ പ്രൊസീജിയർ, അനസ്തേഷ്യ സമയത്തൊക്കെ നമ്മള് ശ്വാസം ഒന്നും വരരുത്. പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് മറ്റേ ബ്രീത്തിങ് ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാൻ നമ്മുടെ എയർവേ എപ്പോഴും ഓപ്പൺ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് ഇറക്കുന്ന ഒരു ഡിവൈസ് ആണ് കേട്ടോ. ഓറോഫാരിൻഗെയിൽ എയർവേ എന്നാണ് പറയുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് നമുക്ക് അനസ്തേഷ്യ തരുന്നതോട് കൂടിയിട്ട് അവരെന്ത് ചെയ്യും? നമ്മുടെ വായിലൂടെ ഒരു ട്യൂബ് ഇറക്കും സർജറിക്കൊക്കെ മുന്നായിട്ട്. ഈ സർജിക്കൽ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് രോഗിക്ക് ശ്വാസ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ വരരുത്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഓറോഫാരിൻഗെയിൽ എയർവേ. അതൊരു ഡിവൈസ് ആണ്. അടുത്തത് OR എന്താണ്? ഓപ്പറേറ്റിംഗ് റൂം എന്നാണ് കേട്ടോ. ഓപ്പറേറ്റിംഗ് റൂം എന്നാണ് കേട്ടോ OR. ഓക്കെ, അടുത്തത് OS ലെഫ്റ്റ് ഐ. നമ്മൾ നേരത്തെ OD പറഞ്ഞപ്പോ റൈറ്റ് ഐ പറഞ്ഞത് ഒക്യുലസ് ഡെക്സ്ട്രസ് എന്ന് പറഞ്ഞു അല്ലെ. റൈറ്റ് ഐ എന്നാണ് മീൻ. അതുപോലെ OS എന്ന് പറഞ്ഞാല് ഒക്യുലസ് സിനിസ്റ്റർ എന്നാണ് കേട്ടോ. ഒക്യുലസ് സിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ലെഫ്റ്റ് ഐ എന്നാണ് കേട്ടോ. ലെഫ്റ്റ് ഐ, അത് ചിലർ ലെഫ്റ്റ് ഐ എഴുതും, ചിലർ OS. പ്രത്യേകിച്ച് നമ്മള് ഈ സ്പെക്സ് ഒക്കെ വെക്കാൻ എഴുതി തരില്ലേ, പ്രിസ്ക്രിപ്ഷൻ എഴുതി തരില്ലേ, ലെൻസിന്റെ പവർ ഒക്കെ എഴുതി തരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. OU OS എന്നൊക്കെയാണ് അത് എഴുതുക. എന്താണത്? റൈറ്റ് ഐയും ലെഫ്റ്റ് ഐയും. റൈറ്റ് ഐ എന്നായിട്ട് എഴുതുക, OS എന്നൊക്കെയാവും. OS എന്താന്ന് നോക്കുമ്പോൾ ഒക്യുലസ് സിനിസ്റ്റർ എന്നാണ്, അതൊരു ലാറ്റിൻ പദമാണ്. അതിന്റെ അർത്ഥം ലെഫ്റ്റ് ഐ എന്നാണ് കേട്ടോ. ഈ കാർഡ് നമുക്ക് സ്പെക്സ് ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പൊ അവർ എഴുതി തരുമ്പോ ആ കാർഡിനടുത്ത് OS OU എന്നൊക്കെ എഴുതി തരും. റൈറ്റ് ഐ പവർ, ലെഫ്റ്റ് ഐ പവർ ഇത്ര അങ്ങനെ എഴുതി തരല്ലേ, അത് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത് OU എന്താണ്? ബോത്ത് ഐസ്. OU എന്ന് വെച്ചാൽ ഒക്യുലസ് യൂട്ടർക്ക് എന്നാണ് കേട്ടോ. ഒക്യുലസ് യൂട്ടർക്ക്, UTERQUE, അത് യൂട്ടർക്ക്. ഓക്കെ, ലാറ്റിൻ പദമാണ്. അതിന്റെ അർത്ഥം ബോത്ത് ഐസ് എന്നാണ് കേട്ടോ. ബോത്ത് ഐസ്. അപ്പൊ OD ഒക്യുലസ് ഡെക്സ്ട്രസ് മീനിങ് റൈറ്റ് ഐ, OS ഒക്യുലസ് സിനിസ്റ്റർ മീനിങ് ലെഫ്റ്റ് ഐ, OU എന്ന് പറഞ്ഞാൽ ഒക്യുലസ് യൂട്ടർക്ക് എന്നാണ് മീനിങ് ബോത്ത് ഐസ് അല്ലെങ്കിൽ ഈച്ച് ഐസ് എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അടുത്തത് ഓസെറ്റ്, സ്മോൾ ലെറ്റർ ആണ് ഓസെറ്റ്. ഔൺസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതെ, P എന്താണ്? P ഹൈഫൺ ആഫ്റ്റർ. നമ്മൾ തുടക്കം പഠിച്ചത് AC പഠിച്ചത് ഓർമ്മയുണ്ട്, ആഫ്റ്റർ മീൻസ് എന്നൊക്കെ പറഞ്ഞതുപോലെ PC എന്താണ്? ആഫ്റ്റർ മീൻസ് ആണ് കേട്ടോ. ആഫ്റ്റർ മീൻസ്. ഓക്കെ, അടുത്തത് PCO2. CO2 എന്നുള്ളത് സിയും ഓയും ഒക്കെ ക്യാപിറ്റൽ ലെറ്റർ ആണ് കേട്ടോ. CO2 അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നർത്ഥം കേട്ടോ. നമ്മൾ PO2 പഠിച്ചിരുന്നു, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പഠിച്ചില്ലേ? എന്നതുപോലെ PCO2. P എന്താണ്? പാർഷ്യൽ പ്രഷർ ഓഫ് CO2 എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്.
അടുത്തതാണ് PDR. PDR എന്താണ് എക്സ്പാൻഷൻ? ഫിസിഷ്യൻസ് ഡെസ്ക് റെഫറൻസ് എന്നാണ് കേട്ടോ. ഫിസിഷ്യൻസ് ഡെസ്ക് റെഫറൻസ് PDR. ഫിസിഷ്യൻസ് ഡെസ്ക് റെഫറൻസ് എന്ന് വെച്ചാൽ അവർക്ക് പ്രിസ്ക്രിപ്ഷൻസും മറ്റുമൊക്കെ കൊടുക്കുമ്പോൾ ഒരു റെഫറൻസ് ആയിട്ട് അവര് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഫിസിഷ്യൻസ് ഡെസ്ക് റെഫറൻസ്. അടുത്തത് PE. PEയുടെ എക്സ്പാൻഷൻ എന്താണ്? പൾമണറി എംബോളിസം. മറ്റൊരു എക്സ്പാൻഷൻ ഫിസിക്കൽ എക്സാമിനേഷൻ. രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. പൾമണറി എംബോളിസം, പൾമണറി എംബോളിസം. മറ്റൊരെണ്ണം ഫിസിക്കൽ എക്സാമിനേഷൻ. അടുത്തത് PEA. PE എന്താണ്? പൾസ്ലെസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. പൾസ് ഇല്ലാത്ത ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ആണ് പൾസ്ലെസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. ECGയിലൊക്കെ കാണില്ലേ ഇങ്ങനെ നേരെ ആകുന്ന അവസ്ഥ. പൾസ്ലെസ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി. അടുത്തത് PEARL. PEARL എന്താണ്? Pupils equal and reactive to light. Pupils equal and reactive to light. ഈ പ്യൂപ്പിളിന്റെ അർത്ഥം എന്താ? കൃഷ്ണമണിയാണ് കേട്ടോ. കൃഷ്ണമണി. Pupils equal and reactive to light എന്നർത്ഥം കേട്ടോ. PEARL നമ്മൾ കണ്ണ് പരിശോധനയുടെ സമയത്തൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. Pupils equal and reactive to light. അടുത്തത് PED. PED ആണ് പീഡിയാട്രിക്സ്. പീഡിയാട്രിക്സ് കേട്ടോ. അടുത്തത് PEEP. PEEP എന്താണ്? പോസിറ്റീവ് എൻഡ് എക്സ്പിറേറ്ററി പ്രഷർ എന്നാണ് കേട്ടോ. പോസിറ്റീവ് എൻഡ് എക്സ്പിറേറ്ററി പ്രഷർ എന്നാണ് അതിന്റെ എക്സ്പാൻഷൻ. അടുത്തത് PERL. PERL എന്ന് വെച്ചാൽ പ്യൂപ്പിൾസ് ഈക്വൽ റിയാക്റ്റീവ് ടു ലൈറ്റ് എന്നാണ് കേട്ടോ. പ്യൂപ്പിൾസ് ഈക്വൽ ആൻഡ് റിയാക്റ്റീവ് ടു ലൈറ്റ്. ഓക്കെ. അടുത്തത് PERRL. ഒരു R കേറി വന്നിട്ടുണ്ട്. ഏതാണ് R എന്താ സൂചിപ്പിക്കുന്നത്? പ്യൂപ്പിൾസ് ഈക്വൽ റൗണ്ട് ആൻഡ് റിയാക്റ്റീവ് ടു ലൈറ്റ് കേട്ടോ. പ്യൂപ്പിൾസ് ഈക്വൽ റൗണ്ട്. റൗണ്ട് ആണ് ആ ഒരു R എക്സ്ട്രാ കരുതുന്നത്. റൗണ്ട് ആൻഡ് റിയാക്റ്റീവ് ടു ലൈറ്റ് കേട്ടോ. അടുത്തത് PH. PH പലരും കേട്ടിട്ടുണ്ട്. എന്താണ്? ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ ആണ് അല്ലെ. PH വാല്യൂ പറയാതെ PH ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ കേട്ടോ. അടുത്തത് PPID. PPID പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്നാണ് കേട്ടോ. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ഇൻഫെക്ഷൻ ഓഫ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ കേട്ടോ. അതായത് ഫീമെയിൽസിന്റെ റീപ്രൊഡക്റ്റീവ് ഓർഗനുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫെക്ഷനെയാണ് പറയുന്നത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് കേട്ടോ. PPID. അടുത്തതാണ് PND. PND എന്താണ്? പാരോക്സിമൽ നോക്ടേണൽ ഡിസ്പീനിയ. എന്താണ്? പാരോക്സിമൽ നോക്ടേണൽ ഡിസ്പീനിയ. ഇത് രണ്ട് വാക്കുകൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് കേട്ടോ. ഡിസ്പീനിയ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഡിസ്പീനിയ എന്താണ്? ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആണ്. ഡിസ്പീനിയ ഓൺ എക്സേർഷൻ പഠിച്ചില്ലേ നമ്മള്? ഡിസ്പീനിയ ഓൺ എക്സേർഷൻ അല്ലെ. അതായത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഡ്യൂറിങ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഡിസ്പീനിയ എന്ന് കേട്ടാൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആണ്. നൊക്ട് പഠിച്ചതാ നമ്മള്. നൈറ്റ് എന്നർത്ഥം. നൈറ്റ് അല്ലെ. അപ്പൊ പാരോക്സിമൽ നോക്ടേണൽ ഡിസ്പീനിയ എന്ന് പറഞ്ഞ എന്താണ്? സഡൻ ആയിട്ട് വരുന്ന എന്താ പറയാ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി. അറ്റ് ദ ടൈം രാത്രിയിലാണ് കേട്ടോ. രാത്രിയിൽ പെട്ടെന്നൊക്കെ ഉണ്ടാവുന്ന ശ്വാസ തടസ്സം ഉണ്ടല്ലോ, അതിനെയാണ് പറയുന്നത് പാരോക്സിമൽ നോക്ടേണൽ ഡിസ്പീനിയ. നൊക്ട് നൈറ്റ് ആണ്. ഡിസ്പീനിയ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആണ്. പെട്ടെന്നൊക്കെ രാത്രിയിൽ ഉണ്ടാകുന്ന ശ്വാസ തടസ്സം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ മാർക്ക് ചെയ്തത് 212, 214, 216, 224, 227. ഓക്കെ, കിട്ടിയോ എല്ലാവർക്കും? ജസ്റ്റ് ഒന്ന് വായിക്കാമോ? ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. നെക്സ്റ്റ് പേജിലോട്ട് കിടക്കാം. നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് നോക്കാം കേട്ടോ. അടുത്തത് 234 തൊട്ട് 255 വരെയുള്ളത് കേട്ടോ. 234 തൊട്ട് 255 വരെയുള്ള പേജാണ് നമ്മൾ നോക്കുന്നത്. മാർക്ക് ചെയ്യേണ്ട നമ്പേഴ്സ് 240 കേട്ടോ. 240 മാർക്ക് ചെയ്തോളൂ. 240, 242, 242, 242, 245, 245,
253 253, 255 255. ഓക്കെ, എന്നോട് പറയാണ് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കണേ. 240 242 245 253 255. ഓക്കെ, കിട്ടിയോ എല്ലാവർക്കും? എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം കേട്ടോ. അതിന്റെ PO ആണ് കേട്ടോ. PO എന്താണ്? പെർ ഓയിസ് കേട്ടോ. പെർ ഓയിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ മൗത്ത്. നമ്മൾ നേരത്തെ ഒരു നിൽ പെർ ഓയിസ് പഠിച്ചത് ഓർമ്മയുണ്ടോ? നിൽ പെർ ഓയിസ് ഇവിടെ എഴുതുന്നത് കുറച്ചു നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. NPO പറഞ്ഞപ്പോ നിൽ പെർ ഓയിസ്, അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു നത്തിങ് ബൈ മൗത്ത് എന്നർത്ഥം. വായിലൂടൊന്നും എടുക്കരുതെന്ന് നമ്മൾ പറയുന്നത്. നിൽ പെർ ഓയിസ് അല്ലെ, അതായത് നത്തിങ് ബൈ മൗത്ത്. ഓയസ് മൗത്ത് ആണ്. അത് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. PO പെർ ഓയസ് മീൻസ് ബൈ മൗത്ത്. ഓക്കെ, POക്ക് എന്തൊക്കെ എക്സ്പാൻഷൻ? പോസ്റ്റ് ഓപ്പറേറ്റീവ്, പോസ്റ്റ് OP എന്ന് പറയാം കേട്ടോ. പോസ്റ്റ് ഓപ്പറേറ്റീവ്, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് എന്നാണ് പറയാം കേട്ടോ. അടുത്തത് PO2. നേരത്തെ നമ്മൾ PCO2 പഠിച്ചില്ലേ? അതുപോലെ PO2, O ക്യാപിറ്റൽ ആണ് കേട്ടോ. ഓക്സിജൻ ആണ് ഉദ്ദേശിക്കുന്നത്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്നർത്ഥം കേട്ടോ. അടുത്തത് PRN. PRN എന്താണ് എക്സ്പാൻഷൻ? പ്രോറിനാറ്റ. പ്രോറിനാറ്റ അതിന്റെ അർത്ഥം അത് ലാറ്റിൻ വാക്കാണ് കേട്ടോ. അതിന്റെ മീനിങ് എന്താണ്? ആസ് നീഡഡ് എന്നുള്ള അർത്ഥമാണ്. ആവശ്യത്തിനനുസരിച്ച് അല്ലെ, ആസ് നീഡഡ് എന്നുള്ള അർത്ഥം. PRN എന്താണ്? പ്രോറിനാറ്റ. പ്രോറിനാറ്റ ആസ് നീഡഡ് എന്നാണ് മീനിങ് കേട്ടോ. അടുത്തത് PSI. സ്മോൾ ലെറ്റർ ആണ്. PSI പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച് ആണ്. പൗണ്ട്സ് പെർ സ്ക്വയർ ഇഞ്ച്. ഓക്കെ, അടുത്തത് PSVT. PSVT എന്താണ്? പാരോക്സിമൽ സുപ്രാവെൻട്രിക്കുലാർ ടെക്കികാർഡിയ. എന്താണ്? പാരോക്സിമൽ സുപ്രാവെൻട്രിക്കുലാർ ടെക്കികാർഡിയ. ടെക്കികാർഡിയ ഒക്കെ പഠിച്ചതാണ് കേട്ടോ. മെഡിക്കൽ ടെർമിനൽ. ടെക്കികാർഡിയ എന്തായിരുന്നു? സാധാരണ നമ്മുടെ ഹൃദയ വളരെ ഫാസ്റ്റ് ആയിട്ട് എന്താണ് ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന അവസ്ഥ അല്ലെ. ടെക്കി എന്ന് വെച്ചാൽ സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്. ഓവർ സ്പീഡാണ്. നോർമലി ബീറ്റ് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര സ്പീഡിൽ നമ്മുടെ ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ടെക്കികാർഡിയ എന്ന് പറയുന്നത്. അപ്പൊ പാരോക്സിമൽ സുപ്രാവെൻട്രിക്കുലാർ ടെക്കികാർഡിയ കേട്ടോ. പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു എന്താ പറയാ ഹൃദയത്തിന്റെ ബീറ്റ് കൂടുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. ഓക്കെ, ഇന്ന് ഇത്രയും മതി. 240 കൂടെ പറയാം. PT സ്മോൾ PUT ആണ്. പേഷ്യന്റ് എന്നാണ് കേട്ടോ. പേഷ്യന്റ് 240 വരെ നമ്മൾ ഇന്ന് പറഞ്ഞു നിർത്തുകയാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും വായിക്കണം കേട്ടോ. തിരുന്ന് വായിക്കണ്ട. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് കിടക്കാൻ മുമ്പ് അങ്ങനെ എന്തെങ്കിലും ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഇന്നത്തെ 4 പേജസ് ആണെങ്കിൽ 4 പേജ് ഒന്ന് ഓടിച്ചൊന്ന് വായിക്കാം. നാളെ ഇതുപോലെ സമയം കിട്ടുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ഒന്നുകൂടി നിർത്തിയിട്ട് വായിക്കാം. അങ്ങനെ 2-3 പ്രാവശ്യം നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിൽ കയറും കേട്ടോ. എല്ലാം എങ്കിലും കുറെയൊക്കെ കയറും. ഓക്കെ, പിന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്ത മാത്രമേ വേറെ എന്തെങ്കിലുമല്ലോ. അപ്പൊ അങ്ങനെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ എന്നാ, താങ്ക് യു. എന്താണ് ദേവിക ഇപ്പൊ ഇപ്പഴാണ് കയറിയത്? ഓക്കെ, അപ്പൊ ദേവികയ്ക്ക് ഇന്റെ അടുത്ത ഇതിന്റെ നമ്പേഴ്സ് ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കട്ടോ. ഇപ്പോഴാണ് കയറിയത് അല്ലേ? ഇന്ന് ഞാൻ പറഞ്ഞത് ഇന്ന് അബ്രീവേഷൻസ് നമ്മൾ 144 തൊട്ടാണ് പറഞ്ഞത് കേട്ടോ. പെട്ടെന്ന് നോട്ട് ചെയ്യട്ടോ. 147 മാർക്ക് ചെയ്തോളൂ. 147, 152, 152, 153, 161, 161, 164, 173,
174, 175, 179, 184, 187, 188. ഓക്കെ, ബാക്കി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് അവറായി, അതുകൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. താങ്ക് യു.